ഇപ്പൊ നിന്റെ മുഖത്ത് നോക്കി അവൾ നോന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് അവളുടെ മുന്നിലേക്ക് പോകാൻ കഴിയില്ല. അർച്ചനയും ഒത്തൊരു ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പൊ എടുത്തു ചാടി പോകാതെ തന്ത്രപരമായി നീങ്ങുകയാണ് വേണ്ടത്. നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പിന്നാലെ നീയും അവിടെ എത്തുമെന്ന് അർച്ചനയ്ക്കറിയാം. നിന്നെ എങ്ങനെ നേരിടണമെന്ന് അവൾ മനസ്സിൽ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഒരു തയ്യാറെടുപ്പുമായി അവൾ കാത്തിരിക്കുമ്പോൾ നീ അവളുടെ മുന്നിലേക്ക് പോകാനേ പാടില്ല. കുറച്ച് കാത്തിരുന്നാലും സാവകാശത്തിൽ അർച്ചനെ കാണുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞതല്ലടാ ശരി. അവൾ ആ ബാങ്കിലുണ്ട്. ഇനി ഒരിടത്തേക്കും അവൾ ഒളിച്ചോടി പോകാനാവില്ല. പിന്നെ എന്തിന് നീ ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കണം? നീ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്ക്. എന്നാ ഞാൻ പോട്ടെ മോളെ. പിന്നെ അങ്കിളിന് അറിയാത്ത രഹസ്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. സുധിയുടെ അമ്മ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുതെന്ന് കരുതിയ ഞാൻ മൂന്നാറിലേക്ക് വരാതിരുന്നത്. സുധി മടങ്ങി വന്നപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായതാ. ശബരിയുടെ ഇടപെടലുകളാ സുധിയെ വീണ്ടും നാശത്തിൽ കൊണ്ടെത്തിച്ചത്. ആച്ചിമ്മ പറഞ്ഞതൊക്കെ സത്യമാണ്. നിലയും വിലയും മറന്നാണ് സുധി ഞങ്ങളോടൊക്കെ ഇപ്പൊ പെരുമാറുന്നത്. എല്ലാം അളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് സുധിയാണ്. കുഞ്ഞിനെ കണ്ടെത്തി കൊണ്ടുവന്നതും സുധി. ഇപ്പോ സുധിക്ക് ആ കുഞ്ഞിനോട് താല്പര്യമില്ലാതായി. ഇപ്പൊ എന്നോടുള്ള മനോഭാവം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാ. ഇതിനൊക്കെ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? സുധിക്ക് അർച്ചനെ പറ്റി എന്തോ വിവരം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ സുധിയിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവില്ല. അർച്ചനെ പറ്റി എന്തെങ്കിലും വിവരം സുധിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശബരിക്കറിയാം. അങ്കിളത് ശബരിയോട് ചോദിച്ചറിയണം. മോള് ശബരി ഒന്ന് കാണണം. നീ ഇപ്പൊ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ അവനോട് സംസാരിച്ചിരിക്കുന്നത് നല്ലതാ. സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്റെ വാക്കുകൾക്ക് ശബരി കാതു തരില്ല. പിന്നെ അടുത്തിടെയായി സുധിയുടെ അച്ഛനും അമ്മയ്ക്കും ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഞാനിപ്പോൾ കാണുന്നത് സുധിയുടെ മുന്നിലുള്ള കീഴടങ്ങലാ. അതൊക്കെ നിരഞ്ജനയുടെ വെറും തോന്നല. അളിയൻ എപ്പോഴും മോളുടെ ഭാഗത്തു നിന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിനെ ശക്തമായി എതിർത്തിരുന്ന അച്ഛൻ്റെ പെട്ടെന്നുള്ള മനസ്സുമാറ്റത്തിനുള്ള കാരണം എന്താ? അതിനെക്കുറിച്ച് അങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സുധിയുടെ ആ തീരുമാനം അംഗീകരിച്ചു കൊടുത്തു എന്നല്ലേ? കുഞ്ഞ് നിങ്ങളുടേതായി. അത് തിരുത്തപ്പെടാൻ കഴിയാത്ത ഒരു സത്യമാണ്. അളിയനത് അംഗീകരിക്കാതെ എന്തു ചെയ്യും? അല്ലാതെ മോള് പറയുന്നത് പോലെ സുധിയുടെ മുന്നിലുള്ള ഒരു കീഴടങ്ങലല്ല. അച്ഛന്റെ പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ സുധി ഈ വഴിക്ക് വിടില്ലായിരുന്നു. ഇപ്പോ ഒരു കാഴ്ചക്കാരനെ പോലെ കണ്ടു നിൽക്കേ അച്ഛൻ. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും അങ്കിൾ? ഒരു കുഞ്ഞുമായി എനിക്ക് സുധിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയുമോ? ആര് പറഞ്ഞു മോള് സുധിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന്? സുധിയുടെ അച്ഛന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു അങ്കിൾ. എനിക്കറിയാം ഇപ്പൊ എല്ലാരും കൂടി എന്നെയും കുഞ്ഞിനെ ഒറ്റപ്പെടുത്തുകയാണെന്ന്. ഇങ്ങനെയൊക്കെ പെരുമാറാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ അങ്കിൾ ചെയ്തത്? നിരഞ്ജനയുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരൊക്കെ മോളെ അവഗണിച്ചാലും ഈ അങ്കിൾ മോൾക്കൊപ്പുണ്ടാവും. നിങ്ങളുടെ വിവാഹം നടത്തിയത് ഞാനാ. അതിലൊരു ഉലച്ചിലും തട്ടാതെ മുന്നോട്ട് തന്നെ പോകണം. നിന്റെയും സുധിയുടെയും നല്ല ജീവിതത്തിന് വേണ്ടി എന്തിനും ഈ അങ്കിൾ കൂടെ ഉണ്ടാവും. ഇത് വെറും വാക്കല്ല മോളെ. മോള് സമാധാനായിരിക്കും. എന്നാ അങ്കിൾ ഇറങ്ങട്ടെ. ഗീതയും കൂട്ടി ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരാം. ശരി.
നീ ഇങ്ങനെ വിഷമിക്കാതെ. അർച്ചനയുടെ ജീവിതം നീ കാരണം നശിച്ചു പോയെന്നില്ലല്ലോ. നീ അങ്ങനെ ആശ്വസിക്ക. അവളെ കൊണ്ട് ടെസ്റ്റ് എഴുതാൻ പോവാൻ നിനക്കൊരു മനസ്സുണ്ടായതുകൊണ്ടാണ് അവൾക്കിന്ന് ആരുടെ മുന്നിലും തല കുനിക്കാതെ ജീവിക്കാൻ കഴിയുന്നത്. അവൾ കാരണം ആ കുടുംബം രക്ഷപ്പെട്ടു. ഒരനുജത്തിയെ വിവാഹം കഴിപ്പിച്ചയച്ചു. ഇതൊക്കെ ജോലി കിട്ടിയതുകൊണ്ട് അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളാ. എന്നിട്ടും അവൾക്കൊരു ജീവിതം ഉണ്ടായില്ലല്ലോടാ. അതുണ്ടാവില്ലെന്ന് നിനക്കെങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും? എന്താണ് അർച്ചനയുടെ മനസ്സിലിരിപ്പെന്ന് നമുക്കറിയണം. അതാണ് നിന്നോട് കുറച്ച് സമയം കൂടി കാത്തിരിക്കണമെന്ന് ഞാൻ വീണ്ടും പറയുന്നത്. എനിക്ക് അവളുടെ മുഖമൊന്ന് കണ്ടാൽ മതിയടാ. രാവും പകലും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അവളെ മാത്രമാ. ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ മുഖം നേരിലൊന്ന് കാണാൻ കൊതിച്ചു പോകുന്നതിൽ എന്താടാ തെറ്റ്? എൻ്റെ ആ ആഗ്രഹത്തെയാ നീ ഇപ്പൊ തടഞ്ഞത്. അത് പിന്നെ നീ ധൃതി പിടിച്ച് അവിടെ ചെന്ന് കണ്ടാൽ നിന്റെ ഇപ്പോഴത്തെ മനസ്സമാധാനം കൂടി ഇല്ലാതാവും. അത് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ തന്നെ കുറെ പെഗ് നീ അകത്താക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കണ്ട. വാ, വന്ന് വണ്ടി കയറാം, ഞാൻ കൊണ്ടുവിടാം. ഏയ്, ഞാനിപ്പോ പോകുന്നില്ലടാ. രാത്രിയാവട്ടെ. എനിക്ക് ഇത്തിരി കൂടെ കഴിക്കണം. നമുക്ക് ബാറിലേക്ക് പോവാം. നീ വാ. ഫൈസി, അർച്ചനയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. ഒരാവശ്യം വന്നാൽ അവളെ ഫോണിൽ കിട്ടില്ല. മുൻപ് ഇതായിരുന്നല്ലോ പതിവ്. നിരഞ്ജന വീണ്ടും വിളിച്ചു. അവൾ ഒരു സമാധാനം ഇല്ലാതെ കഴിയാണ്. സുധി അർച്ചനയെ കാണാൻ പോയിന്ന് തന്നെയാ അവൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അർച്ചനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയ്ക്ക് അങ്ങനെ സംശയിച്ചൂടെ? എല്ലാം നിരഞ്ജനയുടെ തോന്നൽ മാത്രമാണ്. ശബരി മുൻപും ഇതുപോലെ ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് സുധിയെ പല സ്ഥലത്തേക്കും കൊണ്ടുപോയ കാര്യം നമുക്കറിയില്ലേ? അർച്ചനയെ പോലെ ഒരാൾ എവിടെയോ ഉണ്ടെന്ന് ശബരിക്ക് ഒരു സൂചന കിട്ടിക്കാണും. അതാണ് സുധിയെ കൂട്ടിക്കൊണ്ട് അവൻ പോയത്. പക്ഷേ ഇതതുപോലെ അല്ല ഫൈസി. ഒന്നും അറിയാതെയല്ല നിരഞ്ജന പറയുന്നത്. വ്യക്തമായ സൂചന സുധിക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്കിൽ അവൻ ചെന്ന് അവളെ കാണട്ടെ. എത്ര കാലം അർച്ചനയ്ക്ക് സുധിയിൽ നിന്നും ഒളിച്ച് ജീവിക്കാൻ കഴിയും? രണ്ടുപേരും ജോലി ചെയ്യുന്നത് ഒരു ബാങ്കിന്റെ 2 ബ്രാഞ്ചിൽ. എപ്പോഴായാലും ഒരു കൂടിക്കാഴ്ച അനിവാര്യമാണ്. അത് കുറച്ച് നേരത്തെ സംഭവിക്കുന്നു എന്ന് അങ്ങ് കരുതാം. സുധി അർച്ചനയെ കണ്ടിട്ട് പോട്ടെ. നമ്മൾ അതൊരു വലിയ സംഭവമായിട്ട് കാണേണ്ട കാര്യമില്ല. നീ അത് നിരഞ്ജനയോട് പറയണം. പിന്നെ നിരഞ്ജനയുടെ നീക്കങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അവൾ എന്ത് ചെയ്യുന്ന ഫൈസി പറയുന്നേ? സുധി അർച്ചനയെ കണ്ടാൽ നിരഞ്ജനയിൽ നിന്ന് അവൻ അത് ഒളിപ്പിച്ചു വെക്കില്ല. സുധിക്ക് അത് നിരഞ്ജനയെ അറിയിച്ചേ തീരൂ. അവൾ ജോലി ചെയ്യുന്ന ബാങ്ക് എവിടെയാണെന്ന് വരെ നിരഞ്ജനയോട് അവൻ പറയും. പിന്നെ അവളെ തേടി പോകുന്നതേ നിരഞ്ജനയായിരിക്കും. മോളെ, ആ. അവൻ ഇതുവരെ വന്നില്ലേ? വന്നെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കൂ? അത് മോളുടെ പിടിപ്പുകേടാ. എന്തിനു അച്ഛമ്മ എന്നെയാ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ ആരെയോ കുറ്റപ്പെടുത്തണ്ടേ? വലിയ പ്രതീക്ഷയോടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോള് നല്ലൊരു പയ്യന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുവാന്നാ നാട്ടിലെല്ലാരും കരുതിയിരിക്കുന്നത്. ജീവിതത്തിൽ എന്തിന്റെ കുറവാ നിങ്ങൾക്ക്? എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്നേഹിക്കാനും ലാളിക്കാനും ഒരാൺകുഞ്ഞിനെ വരെ. എന്നിട്ടും അവൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മോളെ. കാരണമൊന്നുമില്ലാതെ മോൾ അവനെ ഇങ്ങനെ സഹിക്കില്ല എന്ന് എനിക്കറിയാം. ഞാനിനി അതേക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. പിന്നെ വക്കീൽ എന്തിനാ വന്നത്? എന്തെങ്കിലും വിശേഷം ഈ വരവിലുണ്ടോ? അത്
അങ്കിൾ ഹൈക്കോടതി പോയപ്പോ ഇവിടുന്ന് കേറിയെന്നേ ഉള്ളൂ. ഇതൊന്നും പതിവുള്ളതല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ സുധിയുടെ ഈ പോക്കിൽ സത്യത്തിൽ വേദനയുള്ളത് അങ്കിളിന് മാത്രമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? അയാളുടെ മോനല്ലേ സുധി എങ്ങനെ വഴിതെറ്റിച്ചോണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച ശബരി എന്തിനു കുറ്റപ്പെടുത്തണം ആച്ചയമ്മേ? ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തിനൊരാൾ വഴിതെറ്റണം? സത്യത്തിൽ അങ്കിളിന്റെ ഈ വരവ് എനിക്ക് വലിയൊരു ആശ്വാസമായിട്ടാ തോന്നുന്നത്. ഞങ്ങളുടെ വിവാഹം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ. സുധിയുടെ അച്ഛൻ കാണിക്കാത്ത സ്നേഹം ആ മനുഷ്യൻ കാണിച്ചു. ആ ദേ വന്നിട്ടുണ്ടല്ലോ. മോനൊന്ന് നിന്നേ. എന്താ? ഞാനൊരു സംശയം ചോദിച്ചാ മോന് മറ്റൊന്നും തോന്നരുത്. എന്ത് സംശയം നിങ്ങൾക്കിപ്പോ ഉള്ളത്? മോൻ ബാങ്കിലെ ജോലിയൊക്കെ കളഞ്ഞു. ബാങ്കിലെ ജോലിയൊക്കെ കളഞ്ഞ് വല്ല ബാറിലും ജോലിക്ക് കയറിയോന്നാ എനിക്കൊരു സംശയം. അതുകൊണ്ട് ചോദിച്ചതാ. ബാറുകളൊക്കെ തുറന്നെന്ന് TV കണ്ടു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടിലൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്നുള്ള ഓർമ്മ ഉണ്ടാകണേ മോനെ. എന്നെ പരിഹസിക്കാനാണോ നീ ഈ സ്ത്രീയെ എവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? എന്റെ സ്വഭാവം മാറ്റരുത്. ഞാൻ പല തവണ ഇത് പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യരല്ലേ സുധി, ചിലപ്പോ കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞു പോവും. അവരുടെ പ്രായം ഓർത്തിട്ടെങ്കിലും സുധി ഒന്ന് ക്ഷമിക്കും. ഇന്നും അവരെ കൊണ്ടത് പറയിപ്പിച്ചതും നിരഞ്ജന തന്നെയാ. മറ്റുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് സുധി ചിന്തിക്കരുത്. അവരെ കൊണ്ട് പറയിപ്പിച്ച് സുധിയെ നന്നാക്കിയെടുക്കുക എന്ന മോഹമൊന്നും എനിക്കില്ല. ഇത് സുധിയുടെ വീടാ. സുധിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനവരെ പറഞ്ഞുവിടാം. പക്ഷെ ആരോടും പറയാതെ സുധി 1-2 ദിവസം വീട് വിട്ട് നിൽക്കുമ്പോൾ എനിക്കും കുഞ്ഞിനും കൂട്ടായിട്ട് വേറെ ആരോ ഉള്ളത്? ഇന്ന് രാവിലെ തന്നെ സുധി ഇറങ്ങിപ്പോയതാ. കയറി വന്നത് ഈ സമയത്തും. സുധി എന്തിനാ തിരക്കിട്ട് ഓടിയതെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രി അർച്ചന എവിടെ ഉണ്ടെന്ന വിവരം സുധിയുടെ കാതിലെത്തി. അതിന്റെ പിടച്ചിലാ ഇന്നലെ സുധിയെ കണ്ടത്. പിന്നെ പോയിട്ട് സുധി അർച്ചനെ കണ്ടോ? ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ എന്തായാലും അത് വിശ്വസിക്കുന്നില്ല. സുധിയുടെ ഈ വരവ് തന്നെ പറയുന്നത് നിങ്ങളുടെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെന്നാണ്. ആവേശത്തോടെ പോയ സുധി ഇങ്ങനൊരു കോലത്തിൽ തിരിച്ചു വരണമെങ്കിൽ അത്ര സുഖകരമായ സമീപനമായിരിക്കില്ല അർച്ചനയിൽ നിന്നുണ്ടായത്. ഞാനത് പ്രതീക്ഷിച്ചതാ. ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് അല്പം സ്വസ്ഥത വേണം. ഞാൻ പോയതുകൊണ്ട് സുധിക്ക് സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല. സ്വസ്ഥത ഉണ്ടാവേണ്ടത് സ്വന്തം മനസ്സിൽ നിന്ന്. മനസ്സ് വേദനിച്ചു വന്ന സുധിയെ ഇനി ഞാനായിട്ട് നോവിക്കുന്നില്ല. സത്യത്തിൽ നിരഞ്ജനയുടെ കാര്യം കഷ്ടം തന്നെ. ഉണ്ണിത്താൻ ചികിത്സയെന്നും പറഞ്ഞ് ഡൽഹിക്ക് പോയി. ഒരച്ഛന്റെ കരുതൽ പോലും ഇപ്പോൾ അവൾക്കില്ലാതായി. ഞാൻ അവളെ അവഗണിക്കുകയാണെന്ന് എന്തർത്ഥത്തിലാണ് അവൾ പറഞ്ഞത്? അതാ എനിക്കറിയേണ്ടത്. അവളത് പറഞ്ഞതിൽ എന്ത് അത്ഭുതമുള്ളത്? അളിയനും ജയന്തിയും അവളെ തീർത്തും ഒറ്റപ്പെടുത്തിയതായിട്ടാ എനിക്ക് പോലും ഫീൽ ചെയ്തത്. നടരാജൻ അവരുടെ വാക്കും കേട്ട് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്.
ഒറ്റപ്പെടുത്തിയിട്ടാണോ അവള് വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഓടി ചെല്ലുന്നത്? നിങ്ങൾ ഓടിച്ചെല്ലുന്നതോ? അത് നിങ്ങളുടെ പേരക്കുട്ടിയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? അല്ലാതെന്താ? നിരഞ്ജന ബുദ്ധിയുള്ള ഒരു പെണ്ണാണെന്നുള്ള കാര്യം അളിയും മറന്നു കളയരുത്. ശ്രുതിക്കെതിരെ നമ്മൾ ശക്തമായ നിലപാടെടുത്തപ്പോ അതിനൊപ്പം നിന്നവളെ നിരഞ്ജന. പക്ഷേ അർച്ചനയെ മനസ്സിലാക്കിയതോടെ അളിയനും ജയന്തി ചൂട് മാറ്റി. ഞാൻ എന്തു വേണമെന്നാ നടരാജൻ ഈ പറയുന്നത്? ഒരു കാര്യം അളി ഓർത്തു വയ്ക്കണം. ശ്രുതിയുടെ ജീവിതത്തിൽ നിന്ന് നിരഞ്ജനയെ പറിച്ചു മാറ്റാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ അത് കുറച്ചു മുമ്പേ ആവണമായിരുന്നു. അവൻ പകമൂത്തൊരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് മുമ്പ്. ആ കുഞ്ഞ് ആരുടേതായാലും ഇപ്പം നിരഞ്ജന അതിൻ്റെ അമ്മയാ. നിരപരാധി ഒരു പാവം പെണ്ണിനെ ചതിച്ചിട്ട് ശ്രുതി ഇപ്പൊ കാമുകിയുടെ പിന്നാലെ നടക്കുന്നു. ശ്രുതിയെ ഞങ്ങൾ ആരും അനുകൂലിച്ചിട്ടില്ല. ഒളിഞ്ഞും തെളിഞ്ഞും പിന്നെ ജയന്തി പറയുന്നത് എന്താ? അത് നടക്കില്ലളിയ. നിരഞ്ജനയ്ക്കെതിരെ നടക്കുന്ന ഒരു നീക്കത്തിനും നിങ്ങൾ ആരും എന്റെ പിന്തുണ പ്രതീക്ഷിക്കണ്ട. ശ്രുതിയുടെ നിരഞ്ജനെ കല്യാണം നടത്തി കൊടുത്തത് ഞാനാ. അവരുടെ കാര്യത്തില് എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിരഞ്ജനയെ കണ്ടതിന് ശേഷമാണ് നടരാജൻ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. ഇത് മാറ്റാവുന്നത് എങ്ങനെ? മാറ്റം വന്നത് നിങ്ങൾ രണ്ടുപേർക്കാ. അത് പിന്നെ ജയന്തിയുടെ മനസ്സിൽ ചില മോഹങ്ങളുണ്ട്. അതിന് ഞാൻ എതിരുമാണ്. അവിടെ പ്രതീക്ഷ വച്ചിരിക്കുന്നത് നടരാജനില്ല. ഇതുവരെ ജയന്തിക്ക് വേണ്ടി ജീവിച്ചവനാ ഞാൻ. പക്ഷെ ഇക്കാര്യത്തില് അവളത് പ്രതീക്ഷിക്കണ്ട. അർച്ചനയെ ചൊല്ലിയൊരു പ്രശ്നം വരട്ടെ, ഞാൻ നിരഞ്ജനയുടെ പക്ഷത്തിൽ നിൽക്കൂ. ചോദിക്കാനും പറയാനും അവൾക്കൊരാൾ വേണ്ട അളിയ. ആ റോൾ ഏറ്റെടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ കുഞ്ഞിനെ ശ്രുതിക്ക് വിട്ടുകൊടുത്ത് നിരഞ്ജനെ പോകുമെന്ന് ആരും കരുതണ്ട. അവൾ പോകുന്നെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടേ പോകും. ശ്രുതി, ചായ. ശ്രുതിയെ ദേഷ്യം പിടിപ്പിക്കാനോ പരിഹസിക്കാനോ അല്ല ഞാൻ ചോദിക്കുന്നത്. ശ്രുതി അർച്ചനെ കണ്ടെങ്കിൽ ഞാനും അതറിഞ്ഞിരിക്കണ്ടേ? എന്നെ മറച്ചു വെക്കേണ്ട കാര്യം ശ്രുതിക്കില്ല. പറ, ശ്രുതി അർച്ചനെ കണ്ടോ? അവളെ കണ്ടെങ്കിൽ എനിക്ക് ആരോടും മറച്ചു വെക്കേണ്ട കാര്യമില്ല. പിന്നെ അർച്ചനെ കണ്ടിട്ട് ശ്രുതി എന്താ ചെയ്യാൻ പോന്നെ? ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് ശ്രുതിക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. ശ്രുതിക്കൊരു ബാധ്യതയില്ലാത്ത കാലത്ത് പോലും ശ്രുതിക്കിപ്പോ ഒരു ജീവിതം വേണ്ടെന്ന് വെച്ചവളാണ് അർച്ചന. ശ്രുതിയുടെ കൺവെട്ടത്തു നിന്നും അവൾ അകന്നു നിന്നതും പ്രഗ്നന്റ് ആയപ്പോ പോലും ശ്രുതിയൊന്ന് വിളിക്കാൻ കൂട്ടാക്കാതിരുന്നത് പോലും ശ്രുതിക്കറിയാം. അവൾ എന്നെ വിളിക്കാൻ ശ്രമിച്ചത് നിരഞ്ജനയും മറക്കണ്ട. മനസ്സിൽ ശ്രുതിയോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ശ്രുതിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾ ശ്രമിക്കില്ലായിരുന്നു. ഇപ്പോ ശ്രുതിക്കൊരു കുടുംബമായി. എന്നെയും കുഞ്ഞിനെയും ശ്രുതിയുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞിട്ട് അർച്ചന ശ്രുതിയെ സ്വന്തമാക്കാൻ ശ്രമിക്കില്ല. അങ്ങനെ ഒരു മനസ്സ് അവക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ശ്രുതിയുടെ മുന്നിൽ നിൽക്കില്ലായിരുന്നു. അർച്ചനയെ ഞാൻ ഭയപ്പെടുന്നില്ല ശ്രുതി. എനിക്കും എന്റെ കുഞ്ഞിനോ അവളൊരു ദോഷവും ചെയ്യില്ല. അവളെ കണ്ട് ശ്രുതി ചെയ്ത തെറ്റിന് ക്ഷമ പറയുകയാണ് ഉദ്ദേശമെങ്കിൽ എന്തിനെന്നെ മാറ്റി നിർത്തണം? ഞാനും വരാം ശ്രുതിക്കൊപ്പം. ശ്രുതിയിൽ നിന്ന് ഞാനോ എന്റെ കുഞ്ഞോ ഒഴിവായി പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ശ്രുതിക്കുണ്ടാവാൻ പോകുന്നില്ല. ശ്രുതിയെ വിട്ടുപോയില്ലെന്ന് ഞാനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം അത് തന്നെ.